أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون ولو كانت الدنيا تدوم لواحدي لكان رسول الله فيها مخلدا. ഏറ്റവും ബഹുമാനം നിറഞ്ഞ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഒന്ന്, ഇവിടുത്തെ MSM സംഘടിപ്പിക്കുന്ന ഈദ് കിസ്വ പ്രൊജക്റ്റ്, പാവപ്പെട്ട നിർദ്ധരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ വസ്ത്രങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനം. അതിൽ പങ്കുകൊള്ളാൻ താല്പര്യമുള്ളവരെ ഒരു കുട്ടിക്ക് 750 രൂപ വീതം ഇവിടുത്തെ ബുക്ക് സ്റ്റാളിൽ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഒരു പള്ളിയുടെ സ്ഥലം വാങ്ങുന്നതുമായിട്ടുള്ള ഒരു കളക്ഷനുണ്ട്, കഴിയുന്ന ആളുകൾ സഹകരിക്കുക. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളുമായി നമ്മൾ പറഞ്ഞയച്ചപ്പോൾ തീർച്ചയായും ഒരു നിമിഷം ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ് നാം ഓരോരുത്തരും. അത് എപ്പോഴാണെന്നോ ഏത് സന്ദർഭത്തിലാണെന്നോ ഏത് പ്രായത്തിലാണെന്നോ പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. എപ്പോഴും ഒരു മനുഷ്യന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഓർമ്മ വരേണ്ട ഒരു ചിന്തയാണ്, ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ളവനാണ്. കാരണം ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നു, ആ മരണചിന്തയെ നിങ്ങൾ അധികരിപ്പിക്കണമെന്നാണ് മതം നമ്മളോട് ഉദ്ഘോഷിക്കുന്നത് തന്നെ. എന്തുകൊണ്ടാണ് മരണത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വേണം എന്ന് പറയാനുള്ള കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഓഗസ്റ്റ് 1-ാം തീയതി നാം മരിക്കുന്ന നമുക്കിപ്പോൾ ഒരു അറിവുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇന്ന് ളുഹർ കഴിഞ്ഞാലും നമ്മൾ പള്ളിയിൽ നിന്ന് പോവില്ല, അസർ കഴിഞ്ഞാലും പോവില്ല, ഇബാദത്തന്നെ ഇബാദത്തായിരിക്കും, അല്ലേ? പരമാവധി ഒരു ഹറാമും ജീവിതത്തിൽ ഉണ്ടാവില്ല, പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഭക്ഷണം പോലും നമ്മൾ കഴിക്കില്ല. മനുഷ്യന് അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞ് നമ്മളൊരു ഡേറ്റ് തന്നെ നമ്മൾ ആലോചനപ്പെടുത്തിയിട്ടില്ല. ഇല്ല, വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ശബ്ദം ഉണ്ടാവും, ഓവർ സ്പീഡ് കടന്നാൽ ശബ്ദം ഉണ്ടാവും, അപ്പൊ നമുക്കറിയാം പരിധി വിട്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു ശബ്ദം നൽകിയിട്ടുള്ള ഒരു രീതിയിലൂടെയുള്ള ഒരു അലോസരപ്പെടുത്തലും നമുക്കില്ല, നമ്മളെങ്ങനെ വിഹരിക്കാൻ വിട്ടിരിക്കുക. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിശ്ചിതമായ സമയം കടന്നു വന്നാൽ ആ സമയത്തിൽ നമ്മുടെ റൂഹ് കൊണ്ടുപോകും, അത് തീർച്ചയാണ്. പക്ഷെ സത്യത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നല്ല പേടിയാ. എനിക്കൊരു ഭയമില്ല എന്ന് പറഞ്ഞവന്റെ കണ്ണുനാടിക്ക് നേരെ ആയുധം വെച്ച അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, കൊല്ലലെന്ന് പറയും. കാരണം ജീവിക്കാൻ കൊതിയുള്ളവനാണ് മനുഷ്യൻ, ദുനിയാവിനോടുള്ള അഭിനിവേശമുള്ളവനാണ് മനുഷ്യൻ, അല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് മരിക്കാനുള്ള ഭയം? അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളായ ആളുകളെ അല്ലാഹു വെല്ലുവിളിച്ചു ഖുർആനിൽ. വിശുദ്ധ ഖുർആൻ 62-ാമത്തെയും സൂറത്ത് ജുമായിൽ അല്ലാഹു തആല യഹൂദികളോട് പറയാം, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദൂ ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹ് മിൻ ദൂനിൻ നാസി ഫതമന്നൗൽ മൗത ഇൻ കുൻതും സാദിഖീൻ. ഖുൽ താങ്കൾ പറയുക, യാ അയ്യുഹല്ലദീന ഹാദൂ, അല്ലയോ യഹൂദികളായ ആളുകളെ, ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹ്, അല്ലാഹുവിനെ മറ്റുള്ള ജനങ്ങളെ കൂടാതെ അല്ലാഹുവിന്റെ മിത്രങ്ങൾ നിങ്ങളാണെന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ ഫതമന്നൗൽ മൗത ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങൾ മരണത്തെ ഒന്ന് ആഗ്രഹിക്കണേ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങൾ മരണത്തെ ഒന്ന് കൊതിക്കണേ
യഹൂദികളെ വെല്ലുവിളിക്കാൻ റസൂലുള്ളാഹി അല്ലാഹു പറയാ, നബിയെ അവരോട് പറ, മറ്റുള്ള ജനങ്ങളൊക്കെ കൂടാതെ ഞങ്ങളാണ് അള്ളാന്റെ ഔലിയാക്കൾ, മിത്തങ്ങൾ നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മരണത്തെ ആഗ്രഹിക്കുക, സത്യസന്ധന്മാരാണെങ്കിൽ. എന്നിട്ട് പഠിച്ചോ തന്നെ പറയാ, വലയതമന്നൂനഹു അബദ, ഒരു കാലത്തും അവരതിനെ ആഗ്രഹിക്കൂല. എന്തുകൊണ്ട്? ബിമാ ഖദ്ദമത് അയ്ദീഹിം, അവരുടെ കരങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത് കാരണത്താൽ ആ മരണത്തെ അവർ ആഗ്രഹിക്കൂല. അല്ലേ? എന്തുകൊണ്ടാ നമുക്ക് മരിക്കാൻ പേടി? ദുനിയാവിൽ ഒരു നിരാശ നമുക്ക് വന്നാൽ, നമ്മുടെ ദുനിയാവിൽ കുടുംബ ജീവിതത്തിലോ ഭൗതിക ലോകത്തോ ബിസിനസ് തകരെ ചെയ്താൽ നമ്മൾ പറയും എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി. പക്ഷെ അതിനുള്ളൊന്നും ചെയ്തു വെച്ചിട്ടില്ല എന്നുള്ള പേടിയുള്ളൂ. ഇത് രണ്ടും നമ്മൾ തന്നെ പറയും. എന്തുകൊണ്ടാ? മരിക്കാൻ നമ്മുടെ കയ്യിൽ മരിച്ചു ചെന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഒന്നുമില്ല എന്നൊരു ചിന്തയാണ് നമ്മുടെ സത്യത്തിൽ പേടിപ്പെടുത്തുന്നത്. അതുകൊണ്ട് അക്രമങ്ങളില്ലാതെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ അതിനുവേണ്ടി തയ്യാറെടുക്കണം. പ്രിയമുള്ളവരെ, എപ്പോഴാണ്, ഏത് സന്ദർഭത്തിലാണ്, ഏത് നിമിഷത്തിലാണ് ഇവിടെ നിന്ന് വിട പറയാൻ നമുക്കാർക്കും സാധ്യല്ല. ഒരുപക്ഷെ ഈ തലശ്ശേരി പള്ളിയിൽ നമ്മുടെ കാലുകൊണ്ട് ഇങ്ങോട്ട് നടന്നു കയറിയപ്പോൾ തിരിച്ചതേ കാലുകൊണ്ട് നടന്നു പോകാൻ നമുക്ക് സാധിക്കുമോ? അതല്ല മറ്റുള്ളവന്റെ ചുമലിലേറി പോകേണ്ടി വരുമോ? നമുക്കത് പറയാൻ ഒരിക്കലും സാധ്യല്ല. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ബട്ടൺ ഉണ്ടല്ലോ, നമ്മുടെ കൈക്കൊണ്ട് നമ്മൾ ധരിച്ചു വരാൻ, തിരിച്ചതേ കൈക്കൊണ്ട് ദൂരാൻ നമുക്ക് സാധിക്കുമോ? അതല്ല നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കൈക്കൊണ്ടഴിക്കോ? നമുക്കത് പറയാൻ സാധ്യല്ല. ഇന്നിവിടെ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോ നാളെ ഇതുപോലൊരു സമയം നമ്മിൽ സമാഗതമാകുമ്പോ ജീവനോടുകൂടെ ബാക്കിയുണ്ടാകോ? അതല്ല പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിൽ ഒതുങ്ങേണ്ടി വരുമോ എന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ലാത്ത വിധം നൈമിഷികമായി പോയ ജീവിതം. ഒരുപക്ഷെ നമ്മുടെ മയ്യത്ത് പൊതിയാനുള്ള കഫം വിടവ ഇന്ന് ഈ ഒരു സന്ദർഭത്തിൽ എവിടെയാണ് എന്ന് നമ്മൾ ആലോചിച്ചു പോയിട്ടുണ്ടോ? ഒരുപക്ഷെ മില്ലിൽ നിന്ന് തുണിയായി വന്ന് നമ്മുടെ അളവനുസരിച്ച് മുറിക്കപ്പെട്ടു, ഉപയോഗിക്കാനുള്ള സുഗന്ധദ്രവ്യങ്ങളടക്കം പാക്ക് ചെയ്ത് വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതും നമ്മൾ അറിഞ്ഞിട്ടില്ല. അത്രയും നിസ്സാരമായി പോയ ഒരു പച്ചക്കറിക്കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളിയുടെ ഗ്യാരണ്ടി പറയാൻ മനുഷ്യന്റെ ആയുസ്സിന് സാധ്യമല്ല. ഒരു കടയിൽ നിന്നൊരു തക്കാളി വാങ്ങുമ്പോൾ ആ കടക്കാരനോട്, കച്ചവടക്കാരനോട് നമ്മൾ ചോദിക്കും, ഇത് പെട്ടെന്ന് കേടുവരുമോ? അദ്ദേഹം പറയും, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇതിനൊരു കേടും സംഭവിക്കില്ല. എങ്കിൽ അത് കൈനീട്ടി വാങ്ങുന്ന നമ്മുടെ ആയുസ്സിന് 1 മണിക്കൂർ ഗ്യാരണ്ടി നൽകാൻ ലോകത്താർക്കെങ്കിലും സാധ്യമാണോ? ആർക്കും സാധ്യമല്ല. ഒരാൾ ഉണ്ടാക്കിയ വസ്തുവിന് 2 വർഷത്തെ ഗ്യാരണ്ടി പറയാം, പക്ഷെ അത് ഉണ്ടാക്കിയ വ്യക്തിക്ക് 1 ദിവസത്തെ ഗ്യാരണ്ടി പറയാൻ സാധ്യമല്ല. അത്രത്തോളം നൈമിഷികമാണ് ഒരു മനുഷ്യന്റെ ഇഹലോക ജീവിതം എന്നാൽ. ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയേക്കാം. അല്ലേ? നിങ്ങൾ ആലോചിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഷോൾഡറിലും റസൂലുള്ളാഹിന്റെ കൈകൾ വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വാക്കുണ്ടല്ലോ, കുൻ ഫിദ്ദുനിയാ കഅന്നക ഖരീബൻ വഅബുറു സബീൽ, കുന്നിയായി തീരണേ ഫിദ്ദുനിയ, ഭൗതിക ലോക ജീവിതത്തിലൂടെ, കഅന്നക ഖരീബൻ വഅബുറു സബീൽ, ഒന്നുകിൽ ഒരു അപരിചിതനെ പോലെ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ഇഹലോക ജീവിതത്തിൽ ആയിത്തീരണമെന്നാണ്. ഒരു അപരിചിതനെ പോലെ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ 1 മാസക്കാലം 2 മാസക്കാലം നിൽക്കുന്ന കാഫിലകളായി, കച്ചവട യാത്രകളായി അറബികൾ യാത്ര ചെയ്യുമ്പോൾ മരുഭൂമികളിൽ അതിന്റെ രാത്രികളിൽ അവർ ടെന്റ് കെട്ടുന്ന എന്തിനാ? ആ രാത്രി അല്പസമയം കഴിച്ചു കൂട്ടാൻ. നേരം പുലരുമ്പ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ ആ യാത്രക്കിടയിൽ വിശ്രമിക്കാൻ എടുത്ത സമയമുണ്ടല്ലോ. നമ്മളാണെങ്കിലും ദീർഘദൂര യാത്രകൾക്കിടയിൽ ഹോട്ടലുകളിൽ വിശ്രമിക്കാൻ എടുക്കുന്ന ആ ഒരു അല്പസമയം, അതുപോലെ മാത്രമേ ഇഹലോക ജീവിതത്തിൽ നിങ്ങൾ കാണാവൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഇദാ അസ്ബഹത ഫലാ തൻതദിറിൽ മസാ വഇദാ അംസൈത ഫലാ തൻതദിറിസ് സബാഹ്. നിങ്ങൾ പ്രഭാതത്തിലെത്തിയാൽ ഒരിക്കലും നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട. വൈകുന്നേരത്തിലെത്തിയാൽ ഒരിക്കലും നീ പ്രഭാതത്തെയും പ്രതീക്ഷിച്ചു പോകണ്ട.
രാവിലെ നിന്റെ കിടത്തറയിൽ നിന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന പ്രാർത്ഥനയോടുകൂടെ നീ എഴുന്നേറ്റ് വരുമ്പോ അന്ന് വൈകുന്നേരം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചെഞ്ചായം പൂശിക്കൊണ്ട് സൂര്യൻ അതിന്റെ സാഗരത്തിന്റെ മടിത്തട്ടിലേക്ക് തലചായ്ക്കുമ്പോ, അഥവാ നിന്റെ മഗ്‌രിബ് സമയം നിന്നിലേക്ക് കടന്നു വരുമ്പോ ജീവനോടുകൂടെ ബാക്കിയുണ്ടാകുമെന്ന ചിന്ത മനുഷ്യ നിന്നിലൂടെ വേണ്ട എന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും നൈമിഷികമായി കാണാൻ രാവിലെ എഴുന്നേറ്റ വൈകുന്നേരം ജീവനോടുകൂടെ ഉണ്ടാകുമെന്ന ചിന്ത പോലും നിന്റെ മനസ്സിൽ വേണ്ട. അല്ല പ്രിയമുള്ളവരെ, ഒന്ന് നോക്ക്. വീട്ടിലേക്ക് കടന്നു വരുമ്പോ വാപ്പ എന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കവിളത്ത് മുത്തം നൽകുന്ന പുന്നാരമക്കൾ നാളെ രാവിലെ വാപ്പാന്റെ ജീവസറ്റ ശരീരം കാണുമ്പോ കരഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് മാറി നിൽക്കുമെന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. അത്രത്തോളം നിസ്സാരമായി പോയ ജീവിതത്തിലൂടെ യാത്രയിലൂടെ നീളം എവിടെ എത്തി മോനെ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഉമ്മയുടെ മുമ്പിലേക്ക് ആക്സിഡന്റിലൂടെ മരണപ്പെട്ട് വെള്ളത്തുണിയിലൂടെ കെട്ടിപ്പൊതിഞ്ഞ മകന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ എന്റെ മകന്റെ മുഖം എനിക്ക് കാണണ്ട, അവന്റെ ജീവിച്ചിരിക്കുന്ന മുഖം എന്റെ മനസ്സിലുണ്ടെന്ന് നൊമ്പരപ്പെടുന്ന ഉമ്മമാരെ നാളേക്ക് വേണ്ടി സമ്മാനിക്കുമെന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ലാത്ത പ്രിയമുള്ളവരെ, മക്കളോട് വാക്കുകൊടുത്തവരാ നമ്മൾ. ഈ പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വീടുകാഹിന് പോകണം എന്ന് വാക്കുകൊടുത്തവരാ നമ്മൾ. സാധിക്കുമോ എന്ന് പറയാൻ അല്ലേ? നമ്മളെങ്ങാനും ആ പെരുന്നാളെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ള മക്കൾ അവരുടെ പിതാക്കളുടെ കൈപിടിച്ചുകൊണ്ട് ഈദ്ഗാഹിന്റെ മുസല്ലയിലേക്ക് പോകുമ്പോ എന്നെ കൊണ്ടുപോകാൻ ഒരാളില്ലല്ലോ എന്ന രീതിയിൽ വേദനിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അത്രത്തോളം നിസ്സാരമായി പോയ ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാര് നാളെ വിധവകളായി മാറോ, മക്കള് നാളെ യതീമുകളായി മാറോ. മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ മണവാട്ടിയേയോ വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. എന്നിന്റെ മക്കൾ നാളെ അനാഥരായി മാറുമ്പോ, ഇന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്ന ഭാര്യ നാളെ അതേ മയ്യത്തിന്റെ അരികിൽ നിന്ന് പൊട്ടിക്കറിയുമ്പോ ഇന്ന് ജനാസക്ക് വേണ്ടി 5 ചുംബനം കൊടുക്കുന്ന ഭാര്യയാണെങ്കിൽ നാളെ ഇവന്റെ മരണത്തോടുകൂടെ മറ്റൊരു തന്റെ മടിയറയിലെ മണവാട്ടിയായി മാറുമ്പോ അത് ലോകത്ത് നടക്കാതിരിക്കുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ അത്രയും നിസ്സാരമായി പോയി എന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് ദുനിയാവ് നമുക്കൊരിക്കലും ശാശ്വതമല്ല. അല്ല, എന്താ നമ്മുടെ അവസ്ഥ? എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പ്രവാചകൻ പറയും ഒരു മനുഷ്യന്റെ ആയുസ് എന്താണെന്നറിയോ? അഹ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് അത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി 60-ന്റെയും 70-ന്റെയും ഇടയിൽ. ഇനി നിങ്ങൾ ആലോചിക്ക്, 60 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ. ദിവസം 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ 20 കൊല്ലം ഉറങ്ങി തീർക്കാം അല്ലേ? ബാക്കി ബാല്യമായി, ശൈശവമായി, പക്വതയില്ലാത്ത സമയമായി, ദൈനംദിന ആവശ്യങ്ങളായി വർഷങ്ങളാ മനുഷ്യൻ മാറ്റിവെക്കുന്നത്. പിന്നെ അവൻ ജീവിക്കുന്നത് എന്താ? 18 കൊല്ലോ 20 കൊല്ലോ. അത്ര തുച്ഛല്ല ഒരാളുടെ ആയുസ് എന്ന് പറയുന്നത്. നമ്മുടെ എപ്പോഴും ചിന്തിക്കേണ്ടത്, നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാലടികളും എന്നെ അടുപ്പിക്കുന്നത് എവിടേക്കാ? എന്റെ ഖബറിലേക്കാൻ. ഒരു ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഉണർത്തണം, എന്റെ ആയുസ്സിൽ നിന്ന് അല്ലാഹു നിശ്ചയിച്ച സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും അത് തിരിച്ചു വരാനില്ല. ഇല്ല പ്രിയമുള്ളവരെ, 2013 ജൂലൈ മാസം 28-ാം തീയതിയുടെ ളുഹർ സമയം കഴിഞ്ഞു. ഇനി ലോകത്തൊരിക്കലും ഒരിക്കലും ഒരിക്കലും നമുക്ക് തിരിച്ചു വരുന്നില്ല. അവസാനിച്ചു കഴിഞ്ഞു. അള്ളാഹു നിശ്ചയിക്കപ്പെട്ട ആയുസ്സിൽ നിന്ന് അത്രയും സമയം കഴിഞ്ഞു എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ദുനിയാവ് ഒരിക്കലും നമുക്ക് ശാശ്വതമല്ലല്ലോ. അല്ല പ്രിയമുള്ളവരെ, എന്താ നമ്മുടെ ആയുസ് എന്നുള്ളത് നമ്മൾ ഒരിക്കലെങ്കിലും ആർത്തുപോയിട്ടുണ്ടോ? അല്ലേ? ഭൗതിക ലോകത്തെ പ്രയാസങ്ങൾക്കിടയിലൂടെ ഉഴലുന്ന ഒരു മനുഷ്യൻ തീരുമാനിക്കുക, ഒരല്പം സമാധാനം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരു പാർക്കിൽ പോയിരിക്കുക. ആ പാർക്കിൽ മനോഹരമായ ഗാർഡനിൽ ഒരു ഭാഗത്ത് ടിക്കറ്റ് എടുത്തതിൽ പോയിരിക്കുമ്പോൾ അവന് തോന്നല്ല, ഇതിനേക്കാളും എനിക്ക് നല്ല സ്ഥലം കുറച്ചുകൂടെ അപ്പുറത്താൻ. അവിടെ അവൻ മാറിയിരിക്കുമ്പോൾ അവന് തോന്നിയല്ല, ഒന്നുകൂടെ മനോഹരമായ സ്ഥലം
കുറച്ചുകൂടെ മാറിയിരിക്കുമ്പോൾ ഒന്നുകൂടെ ഫ്ലവേഴ്സും ഗാർഡനൊക്കെ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലം അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ പിന്നെ അവന് തോന്നുന്നു അല്ല, ഒന്നുകൂടെ നല്ല സൂര്യാസ്തമനം കാണാൻ പറ്റിയ സ്ഥലം ഇതിൻ്റെ അഗ്രഭാഗത്താൻ മലഞ്ചെരുവിൻ്റെ ഭാഗത്ത് പോയിരിക്കാം എന്ന് വിചാരിച്ച് അവിടെ പോയിരിക്കുമ്പോൾ ആ ഗാർഡനിലെ വാച്ച്മാൻ വന്നിട്ട് പറയാ, താങ്കൾ ദയവീത് പുറത്തു പോകണം, ഇതടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇതല്ലേ സത്യത്തിൽ ഒന്നിനേക്കാളും നല്ലത് മറ്റൊന്നെന്ന് തോന്നി ജീവിതങ്ങളുടെ അഭിലാഷങ്ങൾക്ക് പിന്നാലെ നാം ചേക്കേറിയാത്തതിരിക്കുമ്പോൾ മലക്കുൽ മൗത്ത് വന്ന് ആഗ്രഹങ്ങൾക്കിടയിൽ നമ്മെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയല്ലേ പ്രിയമുള്ളവരെ? അല്ലേ? നോക്ക്, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയാ, എന്താ നിങ്ങളുടെ ഇഹലോകത്തെ ജീവിതം എന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദ് 20-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ വസീന വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഏലമോ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്നമൽ ഹയാത്തുദ് ദുനിയാ, നിശ്ചയമായും ഇഹലോക ജീവിതമെന്ന് പറയുന്നത് ലൈബുൻ വലഹുൻ വസീന, അത് കളിയും വിനോദവും ആഡംബരവുമല്ലാതെ മറ്റൊന്നുമല്ല. കളികളാണ്, വിനോദമാണ്, ആഡംബരമാണ്. വതഫാഖുറുൻ ബൈനകും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഫഖർ നടിക്കുകയാണ്, അഹങ്കാരം നടിക്കുകയാണ്. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും അധികമുണ്ട് എന്ന് ആധിക്യം നടിക്കുന്ന ഇടമായിക്കൊണ്ട് ഇഹലോക ജീവിതം മാറിപ്പോയി എന്ന് അല്ലാഹു തആല. മനുഷ്യൻ അഹങ്കാരം നടിക്കുക ഭൂമിയിൽ. എന്നാൽ അല്ലാഹു പറഞ്ഞു, മനുഷ്യരെ എന്താ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കറിയോ? അല്ലാഹു പറയാ, നിങ്ങൾ മനസ്സിലാക്കിക്കോ ആ ജീവിതം എന്താണ്. വിശുദ്ധ ഖുർആൻ ഉപമിച്ചുകൊണ്ട് പറയുന്നു, കമസലി ഗൈസിൻ അഅ്ജബൽ കുഫാറു നബാതുഹു. അല്ലാഹു തആല പറയുകയാണ്, കമസലി ഗൈസിൻ, അതൊരു മഴ പോലെയാണ്. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴത്തുള്ളി വന്ന് വീഴുമ്പോ അതിൽ നിന്നൊരു സസ്യം മുളച്ചു പൊങ്ങുന്ന പോലെയാണ് നിങ്ങളുടെ ഇഹലോക ജീവിതം എന്ന് വിശുദ്ധ ഖുർആൻ. നോക്ക്, ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ വെള്ളം വീണാൽ ഒരു സസ്യം മുളക്കും. എന്നിട്ട് ഖുർആൻ പറയാ, അഅ്ജബൽ കുഫാർ, കർഷകർ അത്ഭുതപ്പെടും. ഇവിടെ കർഷകർ എന്നുള്ളതിന് ഖുർആൻ പറഞ്ഞത് കുഫാർ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കുഫാർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ എന്ന നമ്മളൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു കുഴിയെടുത്ത് അതിൽ ഒരു വിത്ത് വെച്ചത് മൂടി വെച്ചവനെ ഭാഷാപരമായി കാഫിർ, കർഷകൻ എന്നുപയോഗിക്കും. അല്ലെ, സത്യത്തെ മൂടി വെച്ചവൻ എന്ന അർത്ഥത്തിലാണ് സത്യനിഷേധി എന്നുപയോഗിക്കുന്നത്. ഇവിടെ ഖുർആൻ ഭാഷാപരമായി പറയാ കർഷകൻ അത്ഭുതപ്പെട്ടു പോവാ. എന്നാൽ അല്ലാഹു പറയാ, ആ സസ്യം ഇങ്ങനെ വളർന്നു വരുമ്പോ അതിനൊരു മഞ്ഞ നിറം ബാധിക്കുന്നതായി നിനക്ക് കാണാ. ഒരു കാറ്റ് വന്നടിച്ചു വീശുന്നതോടുകൂടെ ആ സസ്യം പരിപൂർണമായി നുരുമ്പിപ്പോകുമ്പോ അതുപോലെയാണ് മനുഷ്യന്റെ ആയുസ്സെന്ന് മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ പഠിപ്പിച്ചു തരുമ്പോ അത്രമാത്രം നിസ്സാരമാണെന്ന ഒരു സസ്യം മുളച്ചു പൊങ്ങുന്ന പോലെ. എങ്ങനെ? ആ സസ്യം മുളച്ചു പൊങ്ങുന്ന പോലെ മനുഷ്യരും ജനിച്ചു വീഴുകയാണ്. അത് വളരുന്ന പോലെ മനുഷ്യരും വളരുക. അല്ലേ, അവന്റെ എഴിഞ്ഞു നടക്കുന്ന ക്രൗളിംഗ് സ്റ്റേജ് കഴിഞ്ഞ് ബാലിത്വത്തിന്റെ, ശൈശവത്വത്തിന്റെ, മധ്യവയസ്കതയുടെ, വാർദ്ധക്യത്തിന്റെ പടവുകളിൽ ആ മനുഷ്യൻ യാത്ര ചെയ്തപ്പോൾ ആ സസ്യത്തിന് ഒരു മഞ്ഞ നിറം ബാധിച്ച പോലെ നിനക്കും ഒരു വാർദ്ധക്യം വരികയാണ്. ഒരു കാറ്റടിച്ചു വീശുമ്പോ ആ സസ്യം പൂർണ്ണമായി നുരുമ്പിപ്പോയെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹാമീം സജദ അല്ലാഹു പറയാ, ഖുൽ യതവഫാകും മലകുൽ മൗത്തില്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങൾ മരിക്കാനായി ഏൽപ്പിക്കപ്പെട്ട മലക്കാരുണ്ടോ, ആ മലക്ക് നിങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ മലക്കുൽ മൗത്ത് നിങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകും എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അത്രയും നൈമിഷികം ഒരു സസ്യം പോലെ. വില്യം ഷേക്സ്പിയർ, പോയട്രി എഴുതുന്ന വില്യം ഷേക്സ്പിയർ, അദ്ദേഹത്തിന്റെ ഡ്രാമ എഴുതാറുള്ള അദ്ദേഹം ഒരു പോയട്രി എഴുതിയതാണ്. ദി വേൾഡ് സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു പോയട്രി അദ്ദേഹം എഴുതിയപ്പോൾ അതിൽ അദ്ദേഹം പറയും, ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു ആക്ട്രസ്സാണ്, ഒരു അഭിനേതാവാണ്. അവൻ അഭിനയിച്ചു കൊണ്ടിരിക്കുക. 7 വേഷങ്ങളിൽ അവൻ അഭിനയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞു. എങ്ങനെ? ജനിച്ചു വീഴുന്ന ആ സമയവും അങ്ങനെ അവൻ്റെ എഴിഞ്ഞു നടക്കുന്ന പ്രായം, സ്കൂൾ പോയി മടി കാണിക്കുന്ന ഒരു കാലഘട്ടം, അത് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ യൗവന കാലഘട്ടം,
മധ്യവയസ്കത, വാർദ്ധക്യം, ഡെഡ് ബോഡിയുടെ അവസ്ഥ, ഈ വേഷങ്ങൾ അവൻ അഭിനയിച്ചാൽ അവൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ദി വേൾഡ് സ്റ്റേജ് എന്ന് പറയുന്ന പോയട്രിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത്. അപ്പോൾ സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ്, ഇത്രയും നിസ്സാരമാണ്. എത്ര കരുത്തുണ്ടായിട്ട്, എത്ര അംഗബലുണ്ടായിട്ട്, അല്ലേ, ആധിപത്യങ്ങൾ ഉണ്ടായിട്ടൊന്നും സാധ്യമല്ല. അള്ളാഹു കൊണ്ടുപോകും. വലവ് കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയടക്കപ്പെട്ട കോട്ടക്കുള്ളിലാണ് നീയെങ്കിലും നിന്നെ കൊണ്ടുപോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ, കരുത്തനായ സീസറും പ്രസിദ്ധനായ ഹോമറും പ്രശസ്തിയിട്ട സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്കിനി എന്ത് ശങ്ക? ഈ ലോകത്തെ കെടുകട വിറപ്പിച്ചു പോയ നെപ്പോളിയൻ ബോണപ്പാർട്ട് ആരുമില്ല, എല്ലാവരും ലോകത്തോട് വിട പറഞ്ഞു പോയി. നോക്ക്, എത്ര ആധിപത്യമുണ്ടവരാ, എത്ര അഹങ്കാരികളായി മാറിയവരാ. ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവെന്ന് മാത്രമല്ല, ഞാനാണ് മിസ്രിന്റെ അധിപതി എന്ന് മാത്രമല്ല, ഈ മിസ്രിലൂടെ ഒഴുകുന്ന നൈല് പോലും എന്റെ ചൂണ്ടുപറലിന്റെ ജൽപ്പനങ്ങൾക്ക്